നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ റൺവേ അടച്ചതിനെ തുടർന്ന് ഡസൻ കണക്കിന് ഫ്ലൈറ്റുകൾ വൈകി. മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച ഡസൻ കണക്കിന് ഫ്ലൈറ്റുകൾ വൈകിയപ്പോൾ യാത്രക്കാർക്ക് വലിയ കാത്തിരിപ്പ് നേരിടേണ്ടി വന്നു. രാജ്യത്ത് മഴയെ തുടർന്ന് മെറ്റ് ഓഫീസ് യെല്ലോ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഈ പ്രതിസന്ധി. രാവിലെ ടാക്സിവേയിലെ അറ്റകുറ്റപ്പണികൾ കാരണം ഒരു റൺവേ അടച്ചിട്ടത് യാത്രാ തടസ്സത്തിന് കാരണമായി. ഉച്ചകഴിഞ്ഞ് 12:30 അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിലും രാവിലെ മുതൽ വൈകിയ വിമാനങ്ങൾ കാരണം ദിവസം മുഴുവൻ കാലതാമസം തുടരാൻ സാധ്യതയുണ്ട്. ലൂക്കാസ് എന്ന 25-കാരൻ തൻ്റെ റയൻ എയർ വിമാനം 6 മണിക്കൂറോളം വൈകിയെന്നും വൈകുന്നേരം 7 മണിയോടെയായിരിക്കും പുറപ്പെടുന്നതെന്നുമാണ് അറിയിച്ചത്. ബ്രിട്ടീഷ് എയർവേസ്, റയൻ എയർ, EasyJet തുടങ്ങിയ വിമാന കമ്പനികളുടെ കോപ്പൻഹേഗൻ, പാരീസ്, മലാഗ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. യാത്രക്കാർ അവരുടെ വിമാനങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇംഗ്ലണ്ടിലെ ഡോക്ടർമാരുടെ 5 ദിവസത്തെ സമരം തുടരും. സർക്കാർ ഓഫർ നിരസിച്ചു. ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർ ഈ ആഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന 5 ദിവസത്തെ സമരം തുടരാൻ തീരുമാനിച്ചു. സർക്കാർ പുതിയ ഓഫർ നൽകിയിട്ടും ഇതിനെ അംഗീകരിക്കാൻ ഡോക്ടർമാരുടെ സംഘടനയായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ തയ്യാറായില്ല. കഴിഞ്ഞ വാരാന്ത്യം നടന്ന ഓൺലൈൻ വോട്ടെടുപ്പിൽ 83% അംഗങ്ങളും സമരവുമായി മുന്നോട്ടു പോകാൻ വോട്ട് ചെയ്തു. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ഈ തീരുമാനത്തെ അപൂർണമെന്ന് വിശേഷിപ്പിച്ചു. പനി വർദ്ധിക്കുന്ന ഈ സമയത്ത് സമരം നടത്തുന്നത് അപകടകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യേക പരിശീലന തസ്തികകൾ വർദ്ധിപ്പിക്കുകയും പരീക്ഷാ ഫീസ് പോലുള്ള ചെലവുകൾ വഹിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കരാർ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ശമ്പള വർധനവ് ഉൾക്കൊള്ളുന്ന ഒരു ഉറപ്പും ഈ ഓഫറിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഡോക്ടർമാരുടെ ശമ്പളം ഏകദേശം 30% വർദ്ധിപ്പിച്ചതായി ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ്രീറ്റിംഗ് പറഞ്ഞു. എന്നിരുന്നാലും 2008 ഉണ്ടായിരുന്നതിനേക്കാൾ 20% ശമ്പള കുറവാണെന്ന് BMA വാദിക്കുന്നു. ഡിസംബറിലെ 2 ആഴ്ചത്തെ സമരം 14ാമത്തേതായിരിക്കും. ക്രിസ്മസ് യാത്രാ പ്രതിസന്ധി. റെയിൽ, റോഡ്, വിമാന, ഫെറി ഗതാഗതത്തിന് കാലതാമസം പ്രതീക്ഷിക്കാം. ഈ ക്രിസ്മസ് കാലത്ത് UKയിലെ റെയിൽ, റോഡ്, വിമാന, ഫെറി ഗതാഗത സംവിധാനങ്ങളിലെ വലിയ തിരക്കും കാലതാമസവും പ്രതീക്ഷിക്കാം. ഡിസംബർ 19, 28 തീയതികളിലും ജനുവരി 2-4 തീയതികളിലുമാണ് പല വിമാനത്താവളങ്ങളിലും ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്നത്. ലണ്ടൻ ഹീത്രോ, ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ വിമാനത്താവളങ്ങളിൽ തിരക്കേറിയ ക്രിസ്മസ് പ്രതീക്ഷിക്കുന്നു. വെള്ളിയാഴ്ചകളും ഞായറാഴ്ചകളുമാണ് മിക്ക വിമാനത്താവളങ്ങളിലും തിരക്കേറിയ ദിവസങ്ങൾ. റെയിൽവേയിൽ ഡിസംബർ 20, 22 തീയതികളാണ് ക്രിസ്മസിന് മുമ്പ് ഏറ്റവും തിരക്കേറിയ ദിവസങ്ങൾ. എന്നാൽ ഡിസംബർ 24, 31 തീയതികളിലും ജനുവരി 1-നും യാത്രക്കാർ തിരക്ക് കുറഞ്ഞ് യാത്ര പ്രതീക്ഷിക്കാം. റോഡ് ഗതാഗതത്തിൽ ക്രിസ്മസ് ദിനമാണ് ഏറ്റവും തിരക്ക് കുറഞ്ഞതായിരിക്കുക. ഡിസംബർ 19, 20, 22 തീയതികളിലാണ് കൂടുതൽ ഗതാഗതക്കുരുക്ക് പ്രതീക്ഷിക്കുന്നത്. M25, M4, M5, M6, M60 തുടങ്ങിയ പ്രധാന റോഡുകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ബസ്, ഫെറി സർവീസുകൾ തിരക്ക് നേരിടാൻ അധിക സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബോർഡർ ക്രോസിംഗുകളിൽ കസ്റ്റംസ് പരിശോധനകളും തിരക്ക് വർദ്ധിപ്പിക്കും. UKയിൽ HMRC ടാക്സ് ബിൽ. 14,000 വീടുകൾക്ക് 7 വർഷം നിയമലംഘന നോട്ടീസ്. UKയിൽ 14,000 വീടുകളിലേക്ക് 7 വർഷ നിയമലംഘനത്തിന് HMRC നിയമം ലംഘിച്ചതിന് കാരണം പറഞ്ഞ് അപ്രതീക്ഷിത ടാക്സ് ബില്ലുകൾ അയച്ചിരിക്കുന്നു. ഈ സാമ്പത്തിക വർഷത്തിൽ ഇത്തരം 14,030 സമ്മാനങ്ങൾക്ക് HMRC ഏകദേശം £3 മില്യൺ ഈടാക്കിയതായി ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സമ്മാനങ്ങൾ നൽകി 7 വർഷത്തിനുള്ളിൽ ബന്ധപ്പെട്ടവർ മരണമടഞ്ഞതാണ് ഇതിന് കാരണം. സാധാരണയായി £3,25,000 മുകളിലുള്ള സ്വത്തുക്കൾക്ക് 40% നിരക്കിലാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് ഈടാക്കുന്നത്. എന്നാൽ പിൻഗാമികൾക്ക് മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ പ്രധാനപ്പെട്ട വീട് നൽകുകയും സ്വത്തിൻ്റെ മൊത്തം മൂല്യം £2 മില്യൺ താഴെയായിരിക്കുകയും ചെയ്താൽ ഈ പരിധി £5 ലക്ഷം വരെ ഉയരും. പണം, ആഭരണങ്ങൾ, വീടുകൾ, ഓഹരികൾ തുടങ്ങി പലതരം സമ്മാനങ്ങൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. സമ്മാനം നൽകി 3 മുതൽ 7 വർഷത്തിനിടയിൽ സമ്മാനം നൽകിയയാൾ മരണമടയുകയാണെങ്കിൽ ടേപ്പർ ചെയ്ത റിലീഫ് അനുസരിച്ച് 8% മുതൽ 32% വരെ നികുതി ഈടാക്കാം. RBC ബെർവിൻ ഡോൾഫിൻ എന്ന സ്ഥാപനത്തിലെ മിഷേൽ ഹോൾഗേറ്റ് പറയുന്നത്, ഇത്തരം സമ്മാനങ്ങൾ നൽകുന്നത് ഇപ്പോൾ സാധാരണക്കാരുടെ ഇടയിലും പ്രചാരത്തിലുണ്ടെന്നാണ്. 2024 ഓട്ടം ബജറ്റിൽ ഈ നികുതിയിൽ വരുത്തിയ ചില പരിഷ്കാരങ്ങളും ഈ വിഷയത്തിൽ ചർച്ചയായിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാളം UK ന്യൂസിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.